ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ്. യു ആണോ അതുമല്ല, എന്നാൽ സ്ക്വയർ ഷേപ്പാണോ അതുമല്ലാത്തൊരു നെക്കാണിത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു നെക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിതേപോലെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. വീതി 9 ഇഞ്ചും നീളം 11 ഇഞ്ചിലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത്. ഇത് നമുക്കതിൻ്റെ മാർക്കിങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാം. നെക്കിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇറക്കം ഞാൻ 5.5 ഇഞ്ചിലാണ് എടുക്കുന്നത്. 5 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ പോകുമ്പോൾ 5.5 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ മുകളിൽ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. താഴെ ഭാഗത്ത് നമ്മൾ 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതേപോലെ നമുക്കൊരു ലൈനായിട്ട് വരയ്ക്കാം. ഈ മാർക്കിങ്ങും തമ്മിലൊരു ലൈൻ വരയ്ക്കാം. സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഒരു 1/2 ഇഞ്ചിൽ, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മതി. ഒത്തിരി കൂടുതൽ വേണ്ട. ഇനി നമുക്ക് ഈ ഒരു കോർണറായിട്ടുള്ളൊരു ഭാഗമില്ലേ, ആ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ കർവ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഈ ഒരു ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഔട്ട്ലൈന് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. വളരെ ഭംഗിയുള്ളൊരു നെക്കാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നോക്കിക്കോളൂ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതേപോലെ നമ്മൾ 1 ഇഞ്ചിലൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. അത് ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് പിൻ ചെയ്തൊക്കെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒരു തുണി എടുത്തിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ പശയുള്ള ഭാഗം വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പുറമേ നിന്ന് അടിച്ചെടുക്കാം. ഈ ഒരു സൈഡിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം തുണി കഴുകിയാലും ഈ ഇതിൻ്റെ പശയൊന്ന് ഇളകി പോയാലും തുണിയെ നീര് ക്യാൻവാസ് വിട്ടു പോകുകയില്ല. അല്ലെങ്കിൽ നമ്മൾ വാഷൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പശയൊക്കെ പോയി കഴിഞ്ഞാൽ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്താണ് എടുക്കാറുള്ളത്. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ആ തുണിയുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് പിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു ഉണ്ട്. ഈ ഒരു ക്യാൻവാസ് നമ്മൾ ഇതേപോലെ വെച്ച് നമ്മൾ വെട്ടി തന്നെ അതിനെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ അകലം കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ അകലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി നമ്മൾ ആ 4 ഇഞ്ച് വെട്ടിയതൊന്ന് മടക്കി അടിച്ചെടുക്കാം. ലൈക്ക് ചെയ്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ, മറന്നു പോകരുതേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു കമൻറ്റായിട്ടൊക്കെ ഇടുവാണെങ്കിൽ എനിക്ക് അത് കാണുമ്പോൾ കൂടുതൽ നന്നാക്കാനും ഒക്കെ പറ്റും വീഡിയോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ അകലമൊക്കെ കറക്റ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. കൂടിയും കുറഞ്ഞൊന്നും പോകാതെ കറക്റ്റ്ലി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ
ലൈനിങ്ങും ഒക്കെ അറ്റാച്ച് ചെയ്ത് സെൻറ്ററൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഭാഗമാണ് കേട്ടോ അതിൻ്റെ സെൻറ്റർ. നമ്മുടെ ഈ ക്യാൻവാസ് പിടിപ്പിച്ച് അതിൻ്റെ തുണിയുടെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് ഒന്ന് വെക്കാം. ആ സെൻറ്റർ തമ്മിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം. നല്ല വശത്താണ് വെക്കേണ്ടത് കേട്ടോ. താഴ്ഭാഗത്താണ് ലൈനിങ് വന്നിരിക്കുന്നത്. നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ തുണിയുടെ കാര്യമാണ് പറഞ്ഞത്. നല്ല വശത്താണ് ഈ ക്യാൻവാസ് വെച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് തിരിച്ചിടുമ്പോഴാണ് ലൈനിങ്ങിൻ്റെ വശത്തേക്ക് വരുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാ സൈഡിലും നമ്മൾ ഇതേപോലെ പിൻ ചെയ്ത് വയ്ക്കുന്നത്. നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു അളവുകളെല്ലാം കറക്റ്റാണോ എന്നൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ക്യാൻവാസ് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം കറക്റ്റ് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ സൈഡിലും ടേപ്പൊക്കെ വെച്ചൊന്ന് അളന്ന് നോക്കുക. അതിന് ശേഷം ക്യാൻവാസെ കയറാതെ നമ്മുടെ തുണിയെ കൂടെ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ തുണിയെ കൂടെ നമ്മൾ അടിച്ചെടുക്കാൻ. ക്യാൻവാസെ കയറരുത് സ്റ്റിച്ച്. അതിന് ശേഷം നമുക്ക് ഒന്ന് കട്ടൊക്കെ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും കേട്ടോ. ക്യാൻവാസ് കയറിയിട്ടില്ല കേട്ടോ. ക്യാൻവാസ് കയറാതെ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു 4 ഇഞ്ച് ഇട്ടിട്ട് ഈ ഒരു മാർക്കിങ്ങെ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ആ നൂല് കട്ടാവാത്ത രീതിയിൽ വേണം കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നൂല് കട്ടായി പോയാൽ അത് ഇങ്ങനെ അഴിഞ്ഞു പോകും, ക്യാൻവാസുമായിട്ട് വിട്ടു പോകും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ടാവാതെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അഥവാ കട്ടായി പോയിട്ടുണ്ട് ഒന്നും കൂടെ അതിൻ്റെ പുറമേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ടിങ് ചെയ്തെടുക്കാം ചെറുതായിട്ട്. എല്ലാ സൈഡിലും ആ കർവ് ഭാഗത്തൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും നമ്മൾ തിരിച്ചിടുമ്പോൾ ചുളിവില്ലാണ്ടിരിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഈ തയ്യൽ തുമ്പ് മുകളിലേക്ക് ക്യാൻവാസിലോട്ട് വരുന്ന രീതിയിലാണ് തയ്യൽ തുമ്പ് വെക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ തയ്യൽ തുമ്പ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ ഈ ഒരു സൈഡിലൂടെ നമുക്കൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ മെയിൻ തുണിയെ കയറരുത്, ക്യാൻവാസിൻ്റെ സൈഡിലൂടെ ആ തയ്യൽ തുമ്പ് മറിച്ചിടുന്ന ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സൈഡില്ല, ആ സൈഡിലൂടെ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിലിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. കണ്ടോ, നല്ല ഭംഗിയുള്ള നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതേലും ഒരു പണി കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ വെച്ചൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് കറക്റ്റ് വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നുപോയി, ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.